السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. قال رب لم حشرتني أعمى وقد كنت بصيرا. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. يا واحدا ليس لي رب سواه ولا ند له يدعى كالجن والصنم. يا من نلوذ به عما أحاذره يا من ننادي اسمه في السلم والنقم. يا من نمد له في كل معضلة يد الضراعة في الإصباح والظلم. سألتك الله قصرا لا نظير له في جنة الخلد أعلى عالي القمم. الجار أحمد والأصحاب رفقته. يا ربي يا مولاي يا واسع الكرم. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പ്രദേശത്തിലെ സലഫി പ്രവർത്തകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ വേദിയിലിരിക്കുന്ന സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ ഇസ്ലാഹ് റേഡിയോയിലൂടെയും ഈ ശബ്ദം കാതോർത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നമ്മിൽ അവൻ സദാ വർഷിക്കുകയും അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഇടം നൽകപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ റബ്ബുൽ ആലമീൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള സമ്മേളന രംഗങ്ങളിൽ നാം സാക്ഷികളാകുന്നത് നമ്മുടെ മരണാനന്തര ജീവിതത്തിൽ നമ്മുടെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുന്ന നാളിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കണം എന്ന മഹത്തായ ഉദ്ദേശത്തോടു കൂടിയാണ്. മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതം എത്രയോ കുറഞ്ഞ കാലഘട്ടമാണ് നമുക്കിവിടെ ജീവിക്കുവാൻ അവസരം ലഭിക്കപ്പെടുന്നത്. ദിനേന നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് അപകട മരണങ്ങൾ, അതുപോലെ തന്നെ വിചാരിക്കാതെ നമ്മുടെ കാതുകളിലെത്തുന്ന പല മരണവാർത്തകളും, അത് കേൾക്കുന്ന സമയങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ചിന്തയുണ്ട്, അല്ലാഹുവേ, ഇതുപോലെ എൻ്റെ മരണവാർത്തയും പലരും കേൾക്കുമല്ലോ, ഞാനും ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ട് പിരിഞ്ഞു പോകേണ്ടവനാണല്ലോ, എൻ്റെ ജീവിതത്തെ വളരെയേറെ ശ്രദ്ധിക്കാൻ ബാധ്യസ്ഥനാണല്ലോ ഞാൻ. അല്ലാഹുവിൻ്റെ കോടതിയിൽ പോയി നിൽക്കുന്ന ദിവസം അവന് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളിലും ഞാൻ ഏർപ്പെടരുതല്ലോ. ഈ രൂപത്തിലുള്ള വലിയ ചിന്തകൾ നമ്മുടെ മനസ്സുകളിൽ വരാറുണ്ട്. ആ ചിന്തകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കേണ്ടതുമാണ്. കാരണം സഹോദരങ്ങളെ, മരണാനന്തരം നമുക്ക് ചെന്ന് കിടക്കുവാനുള്ള നമ്മുടെ ബർസഖിയായ ലോകം, ഖബർ ജീവിതം, ആ ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം ജനകോടികൾ ഹാജരാക്കപ്പെടുന്ന മഹ്ശറ വൻസഭയിൽ റബ്ബിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി പോയി നിൽക്കേണ്ടുന്ന ദിനം, അവിടെയൊക്കെ നമുക്ക് സമാധാനമുണ്ടാകണം, നമുക്ക് രക്ഷയുണ്ടാകണം, നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണം. ഏറ്റവും വലിയ അനുഗ്രഹം നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. എല്ലാ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യും എന്ന് പഠിപ്പിച്ച അല്ലാഹു റബ്ബുൽ ആലമീൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയം ഫമൻ സുഹ്സിഹ അനിന്നാർ, ആര് നരകത്തിയിൽ നിന്ന് അകറ്റപ്പെടുന്നുവോ, ഉദ്ഖിലൽ ജന്നത, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തുവോ, ഫഖദ് ഫാസ്, നിശ്ചയമായും അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതേ, അവിടേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് നമ്മളിവിടെ ജീവിച്ച് തീർക്കുന്ന നമ്മുടെ ഈ ദുന്യവിയായ ജീവിതം, അത് വഞ്ചന നടത്തുന്ന ചില ചരക്കുകളും സുഖസൗകര്യങ്ങളുമല്ലാതെ മറ്റെന്താണെന്ന് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയും നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദുനിയാവ്, ആ ദുനിയാവിൽ വെച്ച് പരലോക രക്ഷയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന അതേ ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ,
അതൊക്കെയും നമ്മുടെ മനസ്സിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരമപ്രധാനമായ കാര്യം, അല്ലാഹ് പരലോകത്തെത്തുമ്പോൾ എനിക്ക് രക്ഷ കിട്ടണം. ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം മരണാനന്തരം ഖബറിലും പരലോക നാളിലും ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന എൻ്റെ ഭയത്തിന് എനിക്ക് അറുതി ഉണ്ടാകണം, എനിക്ക് മോക്ഷമുണ്ടാകണം, രക്ഷയുണ്ടാകണം. അതേ, അവിടെ എൻ്റെ ജീവിതത്തിൽ വലിയ സുരക്ഷിതത്വം എനിക്കുണ്ടാകണം. അതിനല്ല പറഞ്ഞിട്ടുള്ള മാർഗമേതോ ആ മാർഗമേതെന്ന് അറിയാനും പഠിക്കാനുമാണ് നമ്മൾ ഇതുപോലെ സംഘടിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിനുവേണ്ടിയാണ് നാം കേൾക്കുന്നത്, അതിനുവേണ്ടിയാണ് നാം പഠിക്കുന്നത്. അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം അല്ലാഹു തആല അതേ മാനവ സമൂഹത്തിന്റെ 1-ാം തീയതി മുതൽ ലോകത്തിന് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നു കഴിഞ്ഞതാണ്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ. നമ്മുടെ ഉപ്പ ആദം അലൈഹിസ്സലാമും അതുപോലെ തന്നെ മാതാവായ ഹവ്വാ റളിയല്ലാഹു അൻഹയുമൊക്കെ ഈ ഭൂമി ലോകത്തേക്ക് പോരുന്ന ഘട്ടത്തിൽ അല്ലാഹ് മനുഷ്യ സമൂഹത്തോട് അതേ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്നവരോടും എല്ലാവരോടുമുള്ള അവന്റെ നിർദ്ദേശം, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനങ്ങൾ വന്നു കിട്ടുമ്പോൾ അതേ എങ്ങനെ നിങ്ങൾ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹുവിങ്കൽ നിന്നാണ് നമുക്ക് നിയമങ്ങൾ കിട്ടേണ്ടത്. അവനാണ് നിയമങ്ങൾ തീരുമാനിക്കേണ്ടത്. അവനാണ് സത്യവിശ്വാസമേതെന്നും സൽക്കർമ്മമേതെന്നും സദാചാരമേതെന്നും സൽസ്വഭാവമേതെന്നും അതേ എല്ലാ രൂപത്തിലുമുള്ള നന്മകൾ ഏതാണെന്ന് പഠിപ്പിച്ചു തരുന്നവൻ അല്ലാഹയാണ്. അതിനല്ല സ്വീകരിച്ച മാർഗമാണ് അതാത് കാലഘട്ടങ്ങളിൽ അവൻ മനുഷ്യരിൽ നിന്നുള്ള ദൂതന്മാരെ തെരഞ്ഞെടുത്തയച്ചു. അതിന്റെ അവസാനം കുറിച്ചുകൊണ്ട് വന്ന നേതാവാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ ഈ സമൂഹത്തിന് പഠിപ്പിക്കേണ്ടുന്ന, മാനവ സമൂഹത്തിന് പഠിപ്പിക്കേണ്ടുന്ന മുഴുവൻ മാർഗദർശനങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ച് പൂർത്തിയാക്കി തന്ന കാര്യങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ, കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ, അതനുസരിച്ച് അമൽ ചെയ്യാൻ കടമപ്പെട്ടവരാണ് നമ്മൾ. അതാണ് അല്ലാഹ് പറയുന്നത്, ഫമനിത്തബഅ ഹുദായ, എൻ്റെ മാർഗദർശനങ്ങളെ ആര് പിൻപറ്റുന്നുവോ, ഞാൻ പഠിപ്പിക്കുന്ന നിയമങ്ങളെ ആര് കാതോർത്ത് ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ കൃത്യമായി തന്നെ അങ്ങ് സംസ്കരിച്ച് ശുദ്ധീകരിച്ച് എൻ്റെ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ ഫലാ യദില്ലു വലാ യഷ്ഖാ, അവനൊരിക്കലും വഴിപിഴച്ചു പോവുകയില്ല, അവനൊരിക്കലും ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പെടുകയുമില്ല. അവൻ സന്മാർഗത്തിലായിരിക്കും, അവൻ സൗഭാഗ്യവാന്മാരുടെ കൂടെയായിരിക്കും. അതേ അവസരത്തിൽ വമൻ അഅറദ അൻ ദിക്രി, എന്നെ സ്മരണയിൽ നിന്ന്, എന്നെ ശരിയായ നിലക്ക് സ്മരിക്കുന്നതിൽ നിന്ന്, എന്നെ കൃത്യമായി ഓർത്ത് ജീവിതത്തെ ക്രമീകരിക്കുന്നതിൽ നിന്ന് ആര് പിറകോട്ട് പോയോ, എന്നെക്കുറിച്ചുള്ള ഓർമ്മ ആര് അവഗണിച്ചു കളഞ്ഞുവോ ഫഇന്ന ലഹു മഈശതൻ ലങ്കാ, അവന് വളരെ ഇടുങ്ങിയ ജീവിതമാണ് കിട്ടാൻ പോകുന്നത്. ഖബറിലും ആ ഇടുക്കമുണ്ട്. എല്ലായിടത്തും അവൻ ആ ഇടുക്കവും ഞെരുക്കവും പ്രയാസവും ഉണ്ടാകും. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഖിയാമത്ത് നാളിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ് അഅ്മാ, അന്ധന്മാരായ നിലക്ക്. പരലോകത്തവർ വരുമ്പോൾ അവർക്ക് കണ്ണുകൾ കാണാനില്ല. ആ അവസരത്തിൽ മനുഷ്യൻ പറഞ്ഞു പോകും, ഖാലാവൻ പറയും, റബ്ബി, എൻ്റെ രക്ഷിതാവേ, ലിമ ഹശർതനി അഅ്മാ, നീ എന്നെ എന്തേ അന്ധനായി ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുന്തു ബസീറാ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ, ഇപ്പോഴെന്തേ എൻ്റെ കണ്ണിന് അന്ധത ബാധിച്ചത്? ആ അവസരത്തിൽ അല്ലാഹ് പറയും, ഖാല,
അവൻ പറയും കദാലിക, പ്രകാരം തന്നെ, അതത്ക ആയാതുനാ, നീ ദുനിയാവിൽ ജീവിച്ച കാലത്ത് നമ്മുടെ നിയമങ്ങളടങ്ങുന്ന, നിർദ്ദേശങ്ങളടങ്ങുന്ന വചനങ്ങൾ നിനക്ക് വന്നു കിട്ടിയപ്പോൾ അതിനെ വിനയത്തോടെ കേട്ട് പഠിച്ചു മനസ്സിലാക്കി നിന്റെ ജീവിതത്തെ ശുദ്ധീകരിച്ച് അതിനെ പിൻപറ്റി ജീവിക്കുന്നതിന് പകരം ഫനസീതഹാ, നീ അതിനെ മറന്നു കളഞ്ഞവനാണ്, നീ അത് അവഗണിച്ചവനാണ്, നീ അത് തള്ളിക്കളഞ്ഞവനാണ്. അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, പ്രകാരം ഇന്നത്തെ ദിവസം നിന്റെ കാര്യവും മറക്കപ്പെട്ടിരിക്കുന്നു, നീയും അവഗണിക്കപ്പെടുന്നു. സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ മാനവ സമൂഹത്തെ പഠിപ്പിച്ചു കഴിഞ്ഞ ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമാണിത്. ഈ സന്മാർഗത്തെ അറിയലാണ്, അതനുസരിച്ച് പ്രവർത്തിക്കലാണ്, ജീവിക്കലാണ്, സൂക്ഷ്മതയോടെ ജീവിതത്തെ ക്രമീകരിക്കലാണ് നമ്മുടെ കടമ. ഇതാണ് ഖുർആനിലൂടെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൂടെ പരന്നു കിടക്കുന്ന വിഷയം അതാണ്. അത് രണ്ടും പഠിപ്പിക്കുന്ന ആദർശങ്ങളാണ് നമ്മുടെ ആദർശം. അതിന് വിരുദ്ധമായ ആദർശങ്ങൾ നമുക്കില്ല. ആ ആദർശത്തെയാണ് വളരെ കൃത്യമായി തന്നെ നാം അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത്, കേൾക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഏറ്റവും പരമപ്രധാനമായ ആദർശം പരലോകത്ത് സ്വർഗം കിട്ടുവാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പരമപ്രധാനമായ കാര്യമാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ചു കഴിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കറകളഞ്ഞ തൗഹീദിന്റെ ആദർശം. ലോക ജനതയ്ക്ക് മുഴുവനും, ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന വളരെ ലളിതമായ ഒരു സത്യമേ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളൂ. ആ വിഷയത്തിൽ ഒരു തർക്കം വാസ്തവത്തിൽ ലോകത്തുണ്ടാകേണ്ടതില്ല. എല്ലാവർക്കും യോജിക്കാവുന്ന ഒരു വശമാണ് അല്ലാഹു പറയുന്നത്. അതേ പ്രപഞ്ചത്തിൻ്റെ നാഥൻ, സർവരുടെയും നാഥൻ, സർവലോകത്തിൻ്റെയും സൃഷ്ടാവ്, അവൻ പറയുന്നത് പടച്ചവൻ ആരാണോ പടച്ചവനെയാണ് പടപ്പുകൾ ആരാധിക്കേണ്ടത്. ഒരു പടപ്പിനെയും ആരാധിച്ചുകൂടാ, ഒരു പടപ്പിനെയും വിളിച്ചു പ്രാർത്ഥിച്ചുകൂടാ, ഒരു പടപ്പിനും നേർച്ച വഴിപാടുകൾ കൊടുത്തുകൂടാ, ഒരു പടപ്പിൻ്റെ പേരിലും സത്യം ചെയ്തുകൂടാ, ഒരു പടപ്പിൻ്റെ മുമ്പിലും സുജൂദ് ചെയ്തുകൂടാ, ഒരു പടപ്പിൻ്റെ പ്രീതിക്ക് വേണ്ടിയും ബലിയർപ്പണം നടത്തിക്കൂടാ. പടച്ചവനാരോ, ഖാലിഖായിട്ട് ആരാണോ ഉള്ളതെങ്കിൽ അവനാണ് ആരാധിക്കപ്പെടേണ്ടത്, പ്രാർത്ഥിക്കപ്പെടേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേ തൻ്റെ നാട്ടിലുള്ള ജനങ്ങളോട് റബ്ബുൽ ആലമീനായ അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുമ്പോൾ ആ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നത് എന്താണ്? ഖുർആൻ പറയുന്നു, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ വല്ലദീ യത്ബഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. റബ്ബാരാണെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ ആരാധിക്കേണ്ടുന്ന റബ്ബ് ആരാണ്? നാം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടുന്ന റബ്ബ് ആരാണ്? എങ്ങനെയുള്ളവനോടാണ് പ്രാർത്ഥന നടത്തേണ്ടത്? എങ്ങനെയുള്ളവൻക്കാണ് ഇബാദത്ത് കൊടുക്കേണ്ടത്? അല്ലദീ ഖലഖനി, അവനാണ് എന്നെ സൃഷ്ടിച്ചത്. അതേ സൃഷ്ടിച്ചവനാണ് റബ്ബുൽ ആലമീൻ. സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടാവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. സൃഷ്ടിച്ചു വെറുതെ അനാഥരാക്കി സൃഷ്ടികളെ വിട്ടിട്ടില്ല. ഓരോ സൃഷ്ടിക്കും ആവശ്യമായ അളവിൽ, ആവശ്യമായ തോതിൽ, ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായത് മുഴുവനും നൽകിക്കൊണ്ട് പടിപടിയായി വളർത്തിക്കൊണ്ടുവന്ന് ഓരോന്നിനും ആവശ്യമായ മാർഗദർശനങ്ങൾ അറിയിച്ചു കൊടുത്ത്, തോന്നിച്ചു കൊടുത്ത്, പഠിപ്പിച്ചു കൊടുത്ത്, നിർദ്ദേശിച്ചു കൊടുത്ത്, അങ്ങനെ വേണ്ടത് വേണ്ടത്ര അളവിൽ വേണ്ട സമയങ്ങളിലെല്ലാം നൽകിക്കൊണ്ട് അതേ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും മാർഗദർശനം നൽകുകയും ചെയ്തവനാരോ അവനാണ് റബ്ബ്.
അവനെ റബ്ബാകാൻ യോഗ്യതയുള്ളൂ. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എന്നെ ഭക്ഷിപ്പിക്കുന്നവനാണ് അവൻ, എനിക്ക് വെള്ളം നൽകുന്നവനാണ്. അതേ, ആഹാരം നൽകുന്നവൻ അവനാണ്. ഇവിടെ ആഹാരം നൽകാൻ കഴിവുള്ളവർ ഒരാളുമില്ല. പടച്ച റബ്ബ് ആഹാരത്തിന്റെ ഏറ്റവും വലിയ മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുള്ള വെള്ളം, ആ വെള്ളമെങ്ങാനും ഒരു തുള്ളി ഭൂമിയിൽ നിന്ന് വറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലാഹ് ചോദിച്ചിട്ടുണ്ടല്ലോ, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. അതേ, ശുദ്ധമായ തെളിനീര് കൊണ്ടുവരാൻ കഴിവുള്ളവൻ ആരുണ്ടോ? പടച്ച റബ്ബിന്റെ വെല്ലുവിളിയാണ്. അതേ, ആഹാരം നൽകാൻ. അല്ലാഹ് നൽകിയ ആഹാരം നമുക്ക് തരാനല്ലാതെ ഒരു പടപ്പിനെ കൊണ്ട് കഴിയൂല. അതേ, ആഹാരം നൽകുന്നവൻ, വെള്ളം കുടിപ്പിക്കുന്നവൻ. വഇദാ മരിദതു, ഞാൻ രോഗിയായി കഴിഞ്ഞാൽ ഫഹുവ യശ്ഫീൻ, അവനാണ് എനിക്ക് ശിഫ നൽകുന്നത്. അല്ലാഹയാണ് രോഗം സുഖപ്പെടുത്തുന്നത്. അവനാണ് ഷാഫി, അവനാണ് എല്ലാം സുഖപ്പെടുത്തുന്നവൻ. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ, മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവനാണവൻ. അതേ, അതിനും അവന് മാത്രമേ കഴിവുള്ളൂ. അതുപോലെ തന്നെ വല്ലദീ അത്മഉ, ഞാൻ കൊതിക്കുകയും ചെയ്യുന്നു, അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, വിധിയുടെ നാളിൽ, വിചാരണയുടെ നാളിൽ, അതേ പരലോകത്തിൽ പ്രതിഫലത്തിന്റെ നാളിൽ എൻ്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നവനായിട്ട് ഞാൻ കാണുന്നതും അവനെ മാത്രമാണ്. ഈ രൂപത്തിലുള്ള പ്രത്യേകതകളൊക്കെ ഉള്ളവനാണ് റബ്ബുൽ ആലമീൻ എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് പഠിപ്പിച്ചു. ഇത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും സമൂഹത്തോട് പഠിപ്പിച്ചു കഴിഞ്ഞ ഏറ്റവും പരമപ്രധാനമായ, പ്രഥമമായും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കും അതിൽ യോജിക്കാതിരിക്കാൻ കഴിയില്ല. സൃഷ്ടാവ് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇതാ ഈ പ്രപഞ്ചത്തിലെ ഇന്ന വസ്തു, അതല്ലെങ്കിൽ ഇന്ന സാധനം, അതല്ലെങ്കിൽ എൻ്റെ ബോഡിയിലെ ഇന്ന വസ്തു, അല്ലെങ്കിൽ ഇന്ന ഒരു സാധനം അല്ലാഹുവല്ലാതെ മറ്റാരെങ്കിലും സൃഷ്ടിച്ചതാണെന്ന് പറയാൻ ഒരു മതവിശ്വാസിയും ഇന്ന് തയ്യാറാവുകയില്ല. ആരും തയ്യാറാവുകയില്ല. എല്ലാവർക്കും അറിയാം സൃഷ്ടാവ് അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. അവനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ, അവനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥന നടത്തൂ, അവനോട് മാത്രം നിങ്ങൾ സഹായാഭ്യർത്ഥന നടത്തൂ എന്ന ഇസ്ലാമിന്റെ കൃത്യമായ തത്വം. അതേ, അവനാണ് എല്ലാവരെയും അറിയുന്നവൻ, അവനാണ് എല്ലാം കേൾക്കുന്നവൻ, അവനാണ് എല്ലാം കാണുന്നവൻ, അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ. ഏത് കാലത്തും എല്ലാവരെയും അറിയുന്ന, എല്ലാം കാണുന്ന, കേൾക്കുന്ന, അതിനെല്ലാം രൂപത്തിൽ പാകമായി എന്നെന്നും ജീവിക്കുന്നവൻ. ഹുവൽ ഹയ്യു, ഹുവൽ ഹയ്യു, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനൊഴികെ ഒരാരാധ്യനേ ഇല്ല. ഫദ്ഉഹു, ആകയാൽ നിങ്ങൾ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കൂ. മുഖ്ലിസീന ലഹുദ്ദീൻ, അതേ കീഴ്വണക്കം അവനിലേക്ക് ആത്മാർത്ഥമാക്കി, അവനിലേക്ക് മാത്രം ആരാധനയുടെ എല്ലാം തിരിച്ചു വിട്ടുകൊണ്ട്, അതേ പരമമായ വണക്കം, ആ നിലക്കുള്ള താഴ്മ, അതവനിലേക്ക് മാത്രം തിരിച്ചു വിട്ടുകൊണ്ട് അവനോട് മാത്രം ദുആയിരക്കൂ, അവനോട് മാത്രം പ്രാർത്ഥിക്കൂ. ഇതാണ് അല്ലാഹുവിന് പറയാനുള്ളത്. അതേ, ഏതു മനുഷ്യനെയും സൃഷ്ടിച്ചവനായ നാഥൻ, ഏതു വസ്തുക്കളെയും സൃഷ്ടിച്ചവനായ നാഥൻ, അവരുടെ കാര്യം അവന്റെ മുമ്പിൽ മറ്റൊരാൾ പരിചയപ്പെടുത്തേണ്ടതില്ലാത്തത്ര അവൻ നമ്മോടടുപ്പമുള്ളവനാണ്. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അറിയുന്നതിൻ്റെ മുമ്പേ അറിഞ്ഞവനാണ്, എല്ലാം അറിയുന്നവനാണ്, മനസ്സറിയുന്നവനാണ്. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപസ്ഥനാണ്. സമീപസ്ഥനായ അല്ലാഹു നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ എവിടെയാണെങ്കിലും അത് പ്രശ്നമല്ല, നമ്മെ കാണുന്ന, എവിടെ വെച്ച് നാം അവനെ വിളിച്ചാലും അത് കേൾക്കുന്ന, ഏതു ഭാഷയിൽ അവനോട് സങ്കടം പറഞ്ഞാലും അത് കേൾക്കുന്ന, 1000 ജനങ്ങളതാ 1000 ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടി
തേടുമ്പോഴെല്ലാം ആ തേട്ടങ്ങളൊക്കെ വേർതിരിച്ച് കേട്ട് മനസ്സിലാക്കി ഓരോരുത്തൻ്റെയും ആവശ്യം ഇന്നതാണെന്നറിഞ്ഞ് ഓരോരുത്തരും ചോദിച്ചത് കൃത്യമായി കേൾക്കാനും അറിയാനും അവനെ കാണാനും അവൻ്റെ ചോദിക്കുമ്പോഴുള്ള ഉദ്ദേശശുദ്ധി അവൻ്റെ ഖൽബ് പോലും കാണാനും അതെല്ലാം നിവർത്തിച്ചു കൊടുക്കുവാനും കഴിവുള്ള ഒരേ ഒരു ശക്തി അത് അല്ലാഹുവല്ലാതെ ആരുണ്ട് ലോകത്ത്? ആരെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് സർവരുടെയും മനസ്സ് സമ്മതിക്കുന്ന പച്ച പരമാർത്ഥമാണ്. ഈ ഒരു സത്യത്തിൽ നിന്നാണ് പലരും തെറ്റിപ്പോയത്. ഈ സത്യത്തിൽ നിന്നാണ് ജനങ്ങൾ ബഹുദൂരം കാലാകാലങ്ങളിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ വിട്ടുകൊണ്ട്, സർവശക്തനായ റബ്ബിനെ വിട്ടുകൊണ്ട് മരിച്ചുപോയ മഹാത്മാക്കളിലേക്ക് അവന്റെ പ്രാർത്ഥനകൾ തിരിച്ചുകൊണ്ടിരിക്കുന്നു. മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട് അവന്റെ സങ്കടങ്ങൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന സഹോദരന്റെ സഹോദരിയുടെ മനസ്സിൽ എന്താ വിശ്വാസമുള്ളത്? അതേ, ഇന്ന ഒരു മഹാത്മാവിനെ, മരണപ്പെട്ട വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ടാവട്ടെ, അല്ലാതെയാവട്ടെ, ഞാൻ വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന എന്നെ മഹാനവറുകൾ കാണുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്ന കാര്യം എന്താണെങ്കിൽ മഹാനവറുകൾ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. അതേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, എൻ്റെ മനസ്സുപോലും വായിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്താണെങ്കിലും തരാനുള്ള കഴിവ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടില്ലെങ്കിലും അല്ലാഹു അതൊക്കെ തീരെഴുതി കൊടുത്തിട്ടുണ്ട്, മുൻകൂട്ടി തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ റബ്ബിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും. അതേ മഹാത്മാക്കളെ അവൻ നമുക്ക് നിശ്ചയിച്ച് തന്നതാണ്. അവരിലൂടെ ചോദിക്കലാണ് നല്ലത്, അവരോട് ചോദിക്കലാണ് കാര്യം നേടാൻ ഏറ്റവും നല്ലത്. അല്ലാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നത് പലപ്പോഴും അപകടത്തിലേക്ക് എത്തും. അതുകൊണ്ട് നേരിട്ട് റബ്ബിനോട് ചോദിക്കാതെ മഹത്തുക്കളോട് പറഞ്ഞ്, ഒന്നുകിൽ മഹത്തുക്കൾ അല്ലാഹുവിനോട് പറഞ്ഞ് നേടിത്തരണം, അതല്ലെങ്കിൽ അല്ലാഹു അവർക്ക് മുൻകൂട്ടി കൊടുത്തിട്ടുള്ള കഴിവില്ലെന്ന് അവർ തന്നെ നേരിട്ട് വന്ന് സഹായിക്കണം, അല്ലെങ്കിൽ നേരിട്ട് അവർ തന്നെ സഹായം ചെയ്യണം. ഈ വിശ്വാസത്തോടെ, ഈ ഉദ്ദേശത്തോടെ അതാ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെയാണ് ഖബറുകൾ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്നതും ഖബറിടങ്ങളിലേക്ക് സിയാറത്ത് എന്ന പേരിട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതും. നമ്മൾ മനസ്സിലാക്കണം, മുജാഹിദുകൾ ഖബർ സിയാറത്തിന്റെ വിരോധികളാണെന്ന് പലരും പ്രചരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സിയാറത്ത് എന്ന് പറയുമ്പോൾ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള സന്ദർശനമുണ്ട്, മറ്റൊന്ന് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള സന്ദർശനമാണ്. ഒന്നിന് നമുക്ക് പണ്ഡിതന്മാർ വിഭജിച്ചതുപോലെ അസ്സിയാറത്തു ശർഇയ്യ എന്ന് പറയാം, ശർഇൽ അംഗീകൃതമായ ഖബർ സന്ദർശനം. മറ്റേതിന് നമുക്ക് പണ്ഡിതന്മാർ വിവരിച്ചതുപോലെ അസ്സിയാറത്തു ശിർകിയ്യ, ശിർക്കൻ സിയാറത്ത്, ശിർക്കിൻ്റെതായ ആ രൂപത്തിലുള്ള സ്വഭാവങ്ങൾ നിലനിൽക്കുന്ന സന്ദർശനം എന്ന് നമുക്ക് പറയാം. ഇതിലാദ്യം പറഞ്ഞതാണ് ഇസ്ലാമിലെ ശർഇൽ അംഗീകാരമുള്ള സിയാറത്ത്. അതൊരു കാലത്തും നമ്മൾ എതിർത്തിട്ടുള്ള സംഗതിയല്ല. ഞാൻ തുടക്കത്തിലേ സൂചിപ്പിച്ചില്ലേ, നമ്മുടെ ജീവിതം വളരെ കുറഞ്ഞ കാലത്തേക്കാണ്. ആ കുറഞ്ഞ കാല ജീവിതത്തിൽ നമ്മളിങ്ങനെ ലക്കും ലഗാനുമില്ലാതെ സുഖിച്ചു ജീവിക്കുമ്പോ അതേ ഇടയ്ക്ക് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ മരണ വാർത്തകൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലടങ്ങിയ വിശ്വാസം, അതാണ് ഖബർ സന്ദർശന വേളയിൽ അവരിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ സൂചിപ്പിച്ചത്, ഖബർ സന്ദർശനം തന്നെയും ശിർക്കാണോ, ഖബർ സിയാറത്ത് തന്നെയും ശിർക്കാണെന്നല്ലേ നിങ്ങളുടെ വാദം എന്ന് പലപ്പോഴും എതിരാളികളായ ആളുകൾ പറഞ്ഞു പ്രചരിപ്പിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മുടെ സമൂഹത്തിൽ നാം നടപ്പിൽ വരുത്തേണ്ടുന്ന ഒരു കാര്യമാണ്
നമ്മുടെ ബന്ധുക്കളുടെയും അതുപോലെ തന്നെ അല്ലാത്തവരുടെയുമൊക്കെ ഖബറുകൾ ഇടക്ക് പോയി കാണുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണചിന്ത നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുവാൻ, പരലോകത്തെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ഒരു കാര്യമായിട്ടാണ് അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു ഖബർ കാണുമ്പോഴുണ്ടാകുന്ന മാനസികമായ നമ്മുടെ ഒരു ചിന്ത, ഞാനും ഇതുപോലെ ഒരു നാളിൽ വന്ന് കിടക്കേണ്ടവനാണെന്ന ബോധം, എൻ്റെ കർമ്മങ്ങളല്ലാതെ എനിക്കുപകരിക്കാത്ത വീടാണല്ലോ ഇത് എന്ന ചിന്ത, എൻ്റെ റബ്ബല്ലാതെ എൻ്റെ സൽക്കർമ്മങ്ങളല്ലാതെ എനിക്കിവിടെ കൂട്ടിനില്ലല്ലോ നാഥ എന്ന എൻ്റെ മനസ്സിൻ്റെതായ കൃത്യമായ ചിന്ത, ജീവിതത്തിൽ എന്ത് തന്നെ ആരൊക്കെ സഹായത്തിനും കൂട്ടിനും ഉണ്ടായാലും, എത്ര വലിയവനാണെങ്കിലും ചെറിയവനാണെങ്കിലും വന്ന് കിടക്കേണ്ടത് ഈ മണ്ണിലാണല്ലോ എന്ന ബോധം, അതൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാക്കി തീർക്കുന്ന പ്രവർത്തനമാണ് ഖബറുകൾ ഇടയ്ക്കിടെ സന്ദർശനം നടത്തുക എന്നത്. രണ്ടാമത്തെ ലക്ഷ്യം, ആ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി സർവശക്തനായ അല്ലാഹുവോട് പാപമോചനത്തിന് അർത്ഥിക്കലാണ്. ആ ഖബറാളിയുടെ മോക്ഷത്തിന് വേണ്ടി അല്ലാഹുവിനോട് തേടലാണ്. അതൊരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളാവാം, നമ്മുടെ മക്കളാവാം, നമ്മുടെ സഹോദരനാവാം, സഹോദരിയാവാം, അയൽക്കാരനാവാം, ബന്ധുമിത്രാദികളിൽപ്പെട്ടവനാകാം, അന്യനാവാം, ആരോ ആവട്ടെ, ആർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സർവശക്തനായ അല്ലാഹു ഖബൂൽ ചെയ്തെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന ആത്മാവിന് അതൊരു ശാന്തിക്ക് കാരണമായി തീരുമല്ലോ. അതിലൂടെ നമുക്കൊരു പുണ്യം ചെയ്ത പുണ്യം രേഖപ്പെടുത്തപ്പെടുമല്ലോ. ഈ രൂപത്തിലുള്ള മരണചിന്തയും പരലോക ബോധവുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുവാൻ, മരിച്ചു പിരിഞ്ഞു പോയി എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. മുജാഹിദുകളുടെ ഒന്നും കേൾക്കാൻ നിങ്ങൾ പോകരുത്. കാരണം അവർ മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്തവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവരാണ്, അവരുടെ ഖബറുകൾ സന്ദർശിക്കുന്നത് തെറ്റാണ്, ശിർക്കാണെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് ഉമ്മമാരെ, പിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഒരിക്കലും നിങ്ങൾ ആ നിലക്കുള്ള ആശയങ്ങൾ കേൾപ്പിക്കരുത്, പഠിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, യഥാർത്ഥമായ നിലക്ക് അല്ലാഹുവിന്റെ റസൂലിനാൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ആ ശരിയായ നിലക്കുള്ള സിയാറത്ത് നടപ്പിലാക്കേണ്ടുന്നവരാണ്, അത് പ്രവർത്തിക്കുന്നവരാണ്, പ്രവർത്തിക്കേണ്ടവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതേ നമുക്ക് വേണ്ടി ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ടോ അല്ലാതെയോ ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ലവരായ മക്കൾ വേണം. അതല്ലേ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. മരണപ്പെട്ടു കഴിഞ്ഞാലും നമുക്കതാ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൽക്കർമ്മമായി ഹാനായ നമ്മുടെ നേതാവ് പഠിപ്പിച്ചതല്ലേ, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവുക. നമ്മുടെ ഖബറിന്റെ സമീപത്തുകൂടെ പോകുമ്പോൾ തിരിഞ്ഞു നോക്കാത്ത മക്കളല്ല വേണ്ടത്, ആ ഖബറിനെ ഇടയ്ക്കിടെ സന്ദർശിക്കുവാനും അതാ മക്കൾക്ക് പരലോക മരണബോധമുണ്ടാക്കുവാനും അതേ അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവേ എൻ്റെ മാതാവിന് നീ പുറത്തു കൊടുക്കണമേ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ പിതാവിന് എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്നിങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സന്താനങ്ങൾ, എപ്പോഴും അങ്ങനെ അവരുടെ ദുആയിൽ മറക്കാത്ത സന്താനങ്ങൾ, റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ വറബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബേ എൻ്റെ രക്ഷിതാവേ നീ എനിക്ക് പുറത്തു തരണം, എന്നെ പരിപാലിച്ച് വളർത്തിയുണ്ടാക്കിയ എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണം. അതേ ചെറുപ്പത്തിൽ ഞങ്ങളെ പരിപാലിച്ച് വളർത്തിയുണ്ടാക്കിയ ആ മാതാപിതാക്കൾക്ക് അവർ ഞങ്ങളോട് ചെയ്ത ആ കാരുണ്യത്തിന് പകരം കൊടുക്കാൻ ഞങ്ങൾക്ക് ഒന്നുകൊണ്ടും സാധ്യമല്ല. നീ അവരോട് റഹ്മത്ത് ചെയ്യണേ അല്ലാ, കരുണ ചെയ്തു കൊടുക്കണേ എന്ന് അവരുടെ ജീവിതകാലത്തും അവർ മരണപ്പെട്ടാലും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ മനസ്സ് വരുന്ന നല്ലവരായ മക്കൾ നമുക്ക് വേണം. അതുകൊണ്ടാ പറയുന്നത്, ആ നല്ലവരായ മക്കൾക്ക്
ഈ നല്ല രൂപത്തിൽ അനുവദിക്കപ്പെട്ട സിയാറത്താണ് അവര് പഠിക്കേണ്ടത്. അത് ചെയ്യേണ്ടതാണ്. അത് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും മത്സരമാവാൻ പാടില്ല. അത് നമുക്ക് ഗുണമാണ്, അവർക്കും ഗുണമാണ്. ആ നിലക്കുള്ള സിയാറത്ത് എന്നും ഇസ്ലാം അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ള സിയാറത്താണ്. പക്ഷേ അതിനു വേണ്ടിയല്ലല്ലോ ഇന്ന് ഖബറിടങ്ങൾ സന്ദർശിക്കപ്പെടുന്നത്. അതേ, ഈ ഇരിക്കൂർ പ്രദേശത്തുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ, ഏത് പ്രദേശത്തുള്ള മഹാത്മാരുടേതെന്ന് പറയപ്പെടുന്ന ഖബറുകൾ, ദർഗകൾ, മഖാമുകൾ, ജാറങ്ങൾ, ഇതൊക്കെ അതാ സ്ത്രീ പുരുഷന്മാര് നൂറുകണക്കിനതാ ആളുകൾ പോയി സന്ദർശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള ചിന്ത മുഖേനയാണോ? അവരുടെയൊക്കെ ഖബറുകൾ കണ്ടുകൊണ്ട് എനിക്കൊരു പരലോക ചിന്തയുണ്ടാവട്ടെ, എനിക്കൊരു മരണചിന്തയുണ്ടാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണോ? അതല്ലെങ്കിൽ ആ ഖബറിൽ കിടക്കുന്ന മഹാത്മാക്കളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള അബദ്ധങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് അവരുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ പോകുന്നത്? അല്ല, മറിച്ച് അവരുടെ ഖബറിന്റെ സമീപത്തേക്ക് പോകുന്നതും അവിടെ പോയി അവരെ സന്ദർശിക്കുന്നതുമൊക്കെ എന്തിനാണെന്നോ? അതേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാനാണ്. ഖബറുകൾ കെട്ടി ഉയർത്തുക എന്നത് തന്നെ തുടങ്ങുന്നു, അവിടം തന്നെ തുടങ്ങുന്നു ബിദ്അത്തിന്റെ പ്രവർത്തനങ്ങൾ, ഹറാമിന്റെ പ്രവർത്തനങ്ങൾ അവിടം മുതൽ തന്നെ തുടങ്ങുകയാണ്. ഏത് വ്യക്തിയാണെങ്കിലും, എത്ര ഉന്നതനായ വ്യക്തിയാണെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഖബറടക്കി കഴിഞ്ഞാൽ, ഭൂമിയുടെ വിധാനത്തിൽ നിന്ന് ആ ഖബർ ഉയർത്തുവാനുള്ള പരമാവധി അളവ് ഖദറ ശിബിരിൻ, ഒരു ചാണ് മാത്രമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതിലപ്പുറം ഉയർത്തുന്ന സംസ്കാരം നമ്മുടേതല്ല, അഥവാ മുസ്ലിമീങ്ങളുടേതല്ല. അതിലപ്പുറം ഉയർത്തി അവിടെ കെട്ടുകയും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യൽ യഹൂദികളുടെ സമ്പ്രദായമാണ്, നസറാനികളുടെ സമ്പ്രദായമാണ്. ആ സമ്പ്രദായങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ എന്നും മഹാന്മാരായ പ്രവാചകന്മാരുടെ സരണിയിൽ നീ ഞങ്ങളെ ചേർത്ത് തരണമേ എന്നും നിരന്തരം പ്രാർത്ഥിച്ച് ആമീൻ എന്ന് മൊഴിയുന്നവരാണ് ഞാനും നിങ്ങളും. ആ പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ യഹൂദി നസറാനികൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടായ ഒരു കാര്യങ്ങളും മുസ്ലിമീങ്ങളെന്ന് പറയുന്ന നമ്മിലുണ്ടായിക്കൂടാ. നമ്മിലതുണ്ടായാൽ അവർക്ക് കിട്ടിയ ശാപം പോലെ അള്ളാഹുവിന്റെ ദേഷ്യവും കോപവുമൊക്കെ നമ്മുടെ പേരിലും വന്നു ചേരും. അത് വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഖബറുകൾ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നിടം മുതൽക്ക് തന്നെ അവിടെ ബിദ്അത്തിന്റെയും ഹറാമിന്റെയും പ്രവർത്തനങ്ങൾ തുടങ്ങുകയായി. അതേ, സിമന്റ് ഇടുന്നു, പെയിന്റ് അടിക്കുന്നു, അത് വൃത്തിയായി വേറെ രൂപത്തിൽ അതാ മാർബിൾ കൊണ്ടും മറ്റുമൊക്കെ അലങ്കരിക്കുന്നു, വർണ്ണാഭമായ വസ്ത്രങ്ങൾ കൊണ്ട് ആ ഖബർ മൂടുന്നു. അവിടെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, അവരിൽ നിന്ന് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് വിളക്കുകൾ കൊളുത്തുന്നു. ആ വിളക്കിലേക്ക് എണ്ണയൊഴിക്കാൻ നേർച്ചയാക്കുന്നു. അതേ, അതിലൂടെയൊക്കെ ഈ മഹാത്മാവിന്റെ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിയിൽ നിന്ന് പുണ്യമാണ് പ്രതീക്ഷിക്കുന്നത്, സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ എവിടെ ചെന്നാലും ചെന്നില്ലെങ്കിലും എന്നെ മഹാനവറുകൾ കാണുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എനിക്കുത്തരം ചെയ്യാൻ കഴിവ് കൊടുക്കപ്പെട്ടിട്ടുണ്ട്, എന്റെ കാര്യങ്ങൾ നിവർത്തിച്ചു തരും എന്ന വിശ്വാസത്തോടെ അവിടെ പോയി ജാറം മൂടുന്നു, വിളക്ക് കൊളുത്തുന്നു, ഖബർ ചുംബിക്കുന്നു, തടവുന്നു. അതേ, അവരെ വിളിച്ചുകൊണ്ടതാ സങ്കടം പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തുന്നു, മഹാന്മാരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് ഈ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറഞ്ഞാൽ അവർക്കതിൽ ഒരു വെറുപ്പുമില്ല. അവരത് സമ്മതിക്കുന്ന കാര്യമാണ്, അവരത് അംഗീകരിക്കുന്ന കാര്യമാണ്. അത് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്കൊരു പേടിയുമില്ല എന്ന് പറയുന്ന ആളുകളാണ്. കേട്ടോ നിങ്ങൾ, അവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ നമുക്ക് കാണാം. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. കണ്ടോ, അത് സമ്മതിക്കാണ്. ചില ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല. അവർ പറയും, ഞങ്ങൾ മഹാന്മാരുടെ ഖബറിടത്തിൽ പോയി അവരെ വിളിച്ച് പ്രാർത്ഥിക്കാറില്ല, ഞങ്ങൾ വെറുതെ സിയാറത്തേ ചെയ്യുന്നുള്ളൂ. എന്നാ നിങ്ങൾ കേട്ടോ, അവർ തന്നെ സമ്മതിച്ചു തരുന്നൊരു കാര്യമുണ്ട്. അവരുടെ വാചകങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ബ്രാക്കറ്റിൽ പ്രാർത്ഥന
നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല, അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞില്ലേ, ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, ഖബറാളികളോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. എന്തു വളരെ കൃത്യമായി ഖബർ സിയാറത്തിന് ഞങ്ങൾ പോയാൽ ഞങ്ങൾ അവരെ വിളിച്ച് നേരിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, അവരോട് നേരിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെന്ന് കൃത്യമായി തന്നെ അവരെഴുതുന്നു. എന്നാൽ സഹോദരങ്ങളെ, ഈ പ്രവൃത്തി ചെയ്യുന്ന ഈ ആളുകൾ അവരത് അംഗീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്യുന്നു എന്നല്ലേ നമ്മളിപ്പോൾ കേട്ടത്. എന്നാൽ സഹോദരങ്ങളെ, ഇത് തുറന്നു പറയുന്ന ഈ ആളുകൾ മുജാഹിദുകളുടെ മേൽ അവർ ചെയ്യാത്ത ശിർക്ക് ആരോപിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഞങ്ങൾ മഹാന്മാരോട് ഖബർ സിയാറത്തിന്റെ വേളയിലും അല്ലാത്തപ്പോഴുമൊക്കെ ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട്. അത് ശിർക്കോ തെറ്റോ അല്ല, അത് യാതൊരു നിലക്കും ഞങ്ങൾക്ക് ഒരു സങ്കോചവുമില്ല എന്ന് പറഞ്ഞ് ആ ശിർക്കൻ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുകയും അത് ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും അതിനുവേണ്ട പ്രോത്സാഹനങ്ങളും ഫത്വകളും ഒക്കെ നൽകുന്ന ആളുകളതാ ശിർക്കിലേക്ക് എത്തി നോക്കിയിട്ടില്ലാത്ത, ഒരിക്കലും പടച്ച റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, അല്ലാഹുവിനോടല്ലാതെ ഒരു മഖ്ലൂഖിനോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പാടുപെട്ട് അധ്വാനിച്ചുകൊണ്ട് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദുകളുടെ മേലിതാ അവര് ചെയ്യാത്ത ശിർക്ക് ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനോട് സഹായം തേടുന്നവരാണ് എന്ന ആരോപണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓ സഹോദരന്മാരെ, അതേ ഖുറാഫികളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ നമുക്ക് കാണാം, വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ ശരിക്കു നോക്കണം നിങ്ങൾ, എത്രത്തോളം കുപ്രചരണമാണ്. അതേ ആട്ടിനെ പട്ടിയാക്കി പിന്നീട് പേപ്പട്ടിയാക്കി മാറ്റി ആ പ്രചരണം നടത്തി പിന്നീട് പേപ്പട്ടിയെ ഞങ്ങളിതാ തല്ലിക്കൊല്ലുന്നു എന്ന നിലക്ക് ഉപദ്രവിക്കുന്ന കഥ പോലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മേൽ ഇല്ലാത്ത രൂപത്തിലുള്ള ശിർക്ക് ആരോപിച്ചുകൊണ്ട് അതേ എഴുതുകയാണ്, വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത്. എന്താണ് ശരിക്കും നിങ്ങൾ കേൾക്കണം, ഇതുവരെ എന്താ മുജാഹിദുകൾ ചെയ്തത്? വിജനമായ സ്ഥലത്ത് കുടുങ്ങുമ്പോൾ മക്കാ മുശ്രിക്കുകൾ അല്ലാഹുവിനോട് മാത്രമാണ് സഹായം തേടിയിരുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ടെന്നാണ് മുജാഹിദുകൾ ഇതുവരെ പ്രബോധനം ചെയ്തത്. ഇവർ അവരെയും കടത്തിവെട്ടി. ആരെ കടത്തിവെട്ടി? അറേബ്യൻ മുശ്രിക്കുകളെ പോലും ഇപ്പൊ മുജാഹിദുകൾ കടത്തിവെട്ടി പോലും. എങ്ങനെ? ഒഴിഞ്ഞ സ്ഥലത്ത് കുടുങ്ങിയാലും സ്രഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കേട്ടോ, മുജാഹിദുകളെ കുറിച്ചാ എഴുതുന്നത്. ഒഴിഞ്ഞ സ്ഥലത്ത് കുടുങ്ങിയാലും സ്രഷ്ടാവിനോട് സഹായം തേടേണ്ടതില്ല. സൃഷ്ടികളുടെ ജിന്നുമലക്ക് പിശാച്ച് പോലെയുള്ളവരുടെ സഹായം തന്നെ ധാരാളം മതി എന്നായിരിക്കുന്നു ഇപ്പോഴത്തെ പ്രബോധനം. ആരാ സഹോദരന്മാരെ അങ്ങനെ പ്രബോധനം നടത്തുന്നത്? എവിടെ വെച്ചാണെങ്കിലും സർവശക്തനായ അല്ലാഹുവിനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ. ഭൗതിക കാര്യത്തിനാണെങ്കിലും അഭൗതിക കാര്യത്തിനാണെങ്കിലും ഒരു പടപ്പിനോടും സഹായം അഭ്യർത്ഥിക്കാൻ അതേ അല്ലാഹു റബ്ബുൽ ആലമീൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞില്ലേ? ആ നിലക്ക് പ്രാർത്ഥനയാകുന്ന ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളും ഇബാദത്തിന്റെ ഒരംശങ്ങളും ഒരു സൃഷ്ടിയിലേക്കും തിരിച്ചുവിടാൻ പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്ന മുജാഹിദുകളെ കുറിച്ച് അതേ ശിർക്ക് എല്ലാ അർത്ഥത്തിലും ചെയ്യുന്ന, ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് അസാഭിമാനം പറയുന്ന മഹാത്മാക്കളുടെ കബറിടത്തിൽ പോയാൽ ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ തന്നെയാണ് എന്ന് തുറന്നു പറയുന്ന, അത് ശിർക്കോ ഒരു തെറ്റോ ഇല്ല എന്ന് കൃത്യമായി തന്നെ തുറന്നു പറയുന്ന ആളുകളാണ് ഈ എഴുതി വിടുന്നത്. നമ്മൾ ആലോചിക്കണം, മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന്.
ശരിക്ക് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദുകളതാ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിൻ്റെ ഒരു വശം നിങ്ങളൊന്ന് ചിന്തിക്ക്. മുജാഹിദുകൾ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നിനെ വിളിച്ച് സഹായം തേടാമെന്ന് പറയുന്നവരാണ് എന്ന ആരോപണം അത് ഉന്നയിക്കുന്ന ആളുകൾ, അതിപ്പോ EK സമസ്തക്കാരാണെങ്കിലും AP സമസ്തക്കാരാണെങ്കിലും സംസ്ഥാനക്കാരാണെങ്കിലും ത്വരീഖത്തുകാരാണെങ്കിലും ഒക്കെ അവരോട് നമ്മൾ പറയുന്നു എന്ത്? നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് തേടുന്നവരും തേടാമെന്ന് പറയുന്നവരുമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ അവർക്ക് ഒരു വെറുപ്പുമില്ല. അതവർ അംഗീകരിക്കും. ഇപ്പൊ അംഗീകരിച്ചത് കേട്ടില്ലേ? അതവർ അംഗീകരിക്കും. കാരണം എന്താ? അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, അതവർ ചെയ്യുന്ന ശിർക്കാണ്, അതവർ ചെയ്യുന്ന പണിയാണ്. എന്നാൽ ഒരു മുജാഹിദിനോട് അവന്റെ മുഖത്ത് നോക്കിയിട്ടോ അല്ലാതെയോ നിങ്ങൾ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്നിങ്ങനെ സഹായം തേടുന്നവരും പ്രാർത്ഥിക്കുന്നവരും അങ്ങനെ പ്രാർത്ഥിക്കാമെന്നും തേടാമെന്നും പറയുന്നവരുമാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുജാഹിദ് അത് അംഗീകരിച്ചു കൊടുക്കുമോ? അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം എന്താണ്? അതവർ ചെയ്യാത്ത കാര്യമാണ്. ഒരൊറ്റ മുജാഹിദും ജിന്നെ സഹായിക്കണേ എന്ന് തേടാമെന്ന് പറയുന്നവരില്ല, നിങ്ങൾ തേടിക്കോളൂ എന്ന് പറയുന്നവരില്ല. അതെ, ഇസ്ലാമിന്റെ വളരെ കൃത്യമായ ഈ കാര്യത്തെ മറന്നുകൊണ്ട് അവരുടെ മേലതാ ശിർക്ക് ആരോപിക്കുകയാണ്. ഈ ആരോപണം അതെ കുറെ നാളായി തുടങ്ങിയിട്ട്, ഈ ആരോപണം കുറെ കൊല്ലങ്ങളായി തുടങ്ങിയിട്ട്, ഈ ആരോപണങ്ങൾക്ക് വല്ലാതെ വളം വെച്ചു കൊടുത്തത് ആരാണ്? 2002 നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ, നമ്മിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികളാണ് ഈ ആരോപണം നമ്മുടെ മേൽ ആദ്യമായി ഉന്നയിച്ചത്. അതെ, ആ കാലഘട്ടം തൊട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെയും ഏത് കാലത്തും അതാ നാം ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്, ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞപ്പോൾ മുജാഹിദുകൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അവർക്കെതിരെ മറുപടി കൊടുത്തു. അവരുടെ ആരോപണങ്ങളുടെ മുനയൊടിച്ചു. ജിന്നിന്റെയും ശൈത്താനിന്റെയും വിഷയത്തിൽ അല്ലാഹുവിന്റെ ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഇവരിതാ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കക്ഷികളാണ്. ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്ന് പറയുന്ന വിഭാഗമാണെന്ന് നമ്മുടെ മേൽ ആദ്യമായി ആരോപണം കൊണ്ടുവന്നുകൊണ്ട് അതേ നമ്മിൽ നിന്ന് പിരിഞ്ഞു പുറത്തുപോയ കക്ഷികൾ നമ്മെ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്താണ് ജിന്ന്, എന്താണ് ശൈത്താൻ എന്നൊക്കെയുള്ള വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണെന്ന് കൃത്യമായി നമ്മൾ പണ്ടേ പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനം മുഹമ്മദ് അമാനി മൗലവിയുടേത്. ആ ഖുർആൻ പരിഭാഷയിൽ ജിന്നും ശൈത്താനും എന്ന പേരിൽ മുസ്ലിമീങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കേണ്ട യാഥാർത്ഥ്യമെന്ന് മഹാനവറുകൾ വിശദീകരിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനക്കുറിപ്പുണ്ട്. ആ വ്യാഖ്യാനക്കുറിപ്പ് സമൂഹത്തിനിടയിലേക്ക് നമ്മൾ പ്രത്യേകമായി തന്നെ ഒരു പുസ്തകമായി പുറത്തിറക്കുകയുണ്ടായി. ആ പുസ്തകമാണ് എൻ്റെ കയ്യിൽ കാണുന്ന ജിന്നും ശൈത്താനും എന്ന ഈ പുസ്തകം. ഇത് കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ഈ പുസ്തകത്തിലതാ ഇത് പ്രസിദ്ധീകരിച്ച പ്രസാധകരിതാ ഇതിന്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇന്നും അത് നിലനിൽക്കുന്നു സമൂഹത്തോട്. നമുക്കിപ്പോഴും അതാണ് പറയാനുള്ളത്. ഒരു മാറ്റവുമില്ലാതെ അന്ന് പറഞ്ഞത് നാം ഇന്നും പറയുന്നു, ഇനിയും അത് തന്നെ പറയുന്നു. ആരോട് പറയുന്നു? മുജാഹിദേ, നീ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, നീ ജിന്നിനെ വിളിച്ച് തേടുന്നവനാണ്, നീ ജിന്നൂരിയാണ്, നീ അതാ ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവനാണ്, സഹായം തേടുന്നവനാണ്, അങ്ങനെ സഹായം തേടിക്കോ എന്ന് പറയുന്നവനാണ്, അത് അനുവദനീയമാണെന്ന് പറയുന്നവരാണ് എന്ന് പറയുന്ന എല്ലാ കക്ഷികളോടും അതേ ഒരു മാറ്റവുമില്ലാതെ ഈ പുസ്തകത്തിന്റെ പ്രസാധകർ സമൂഹത്തോട് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. നമ്മെക്കുറിച്ചുള്ള ആക്ഷേപം സിറാജിൽ വന്നാൽ അവരെക്കുറിച്ച് ഖുറാഫികളോടും നമുക്കതാണ് പറയാനുള്ളത്. ഇനി മാധ്യമത്തിൽ മറ്റാരെങ്കിലും എഴുതിക്കൊടുത്തത് അവര് പ്രസിദ്ധീകരിച്ചുവെങ്കിൽ അവരോടും നമുക്കത് തന്നെയാണ് പറയാനുള്ളത്. ഇനി ആരെങ്കിലും നമ്മെ തെറ്റിദ്ധരിച്ചിട്ട് ഏതെങ്കിലും ചാരന്മാർ കട്ടുമുളിച്ച ക്ലിപ്പുകൾ ആരെയെങ്കിലും കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ
ആ ഉമ്മവെങ്ങന്മാരോടും സഹോദരീ സഹോദരങ്ങളോടും അതേ ഈ പുസ്തകത്തെ പ്രസിദ്ധീകരിച്ച KNM ഇതിന്റെ പ്രസാധകക്കുറിപ്പായി എന്താണോ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ മറുപടി തന്നെയാണ് അന്നും ഇന്നും എന്നും നമുക്ക് പറയാനുള്ളത്. ഒരു മാറ്റവും ആ വിഷയത്തിൽ നമുക്ക് സംഭവിച്ചിട്ടില്ല. മാറ്റം വന്നത് ആർക്കാണെങ്കിൽ അവരാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ പണ്ട് പറഞ്ഞിടത്താണ് നിൽക്കുന്നത്. അതേ, എന്താണ് പണ്ട് പറഞ്ഞത് കേട്ടോളൂ. ഇതിന്റെ ആമുഖത്തിൽ അതാ പ്രസാധകക്കുറിപ്പായി ചേർത്ത വാചകങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചോളൂ സഹോദരങ്ങളെ. എന്നിട്ട് തീരുമാനിച്ചോ, നാം ശിർക്ക് ചെയ്യുന്നുണ്ടോ, നാം ജിന്നുകളെ വിളിച്ചു തേടുന്നുണ്ടോ, അതോ അത് ശത്രുക്കൾ പറയുന്ന കേവലം ഒരു ദുരാരോപണം മാത്രമാണോ? അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ നിങ്ങൾ. KNM പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ കാണാം, ജിന്ന് പിശാചുക്കൾക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്നും അഭൗതികമായ മാർഗത്തിലൂടെ നമ്മെ സഹായിക്കാൻ കഴിയുമെന്നും അതിനാൽ അവരോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുമാണ് KNMകാരുടെ വാദമെന്നും ഇത് ശിർക്കാണല്ലോ. കേരളക്കരയിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം തുടച്ചു മാറ്റിയ ഈ അന്ധവിശ്വാസങ്ങൾ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട്, അതേ രണ്ടാമത്തെ ആരോപണം അതാണ്. കേരളക്കരയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം തുടച്ചു നീക്കിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളെ വീണ്ടും ഇറക്കുമതി ചെയ്തുകൊണ്ട് ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് KNM ചെയ്യുന്നത് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ദുരാരോപണമാണ് ഇവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. അതേ, സൂറത്തുൻ നൂറിൽ വന്ന ഒരു വാചകമല്ലേ അത്? മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് അവരൊരിക്കലും വിചാരിച്ചിട്ട് പോലുമില്ലാത്ത ഹീനമായ വ്യഭിചാരത്തെ സംബന്ധിച്ചുള്ള കുറ്റം ചാർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ അതേറ്റുപാടി അത് പ്രചരിപ്പിച്ച് അതിന് പ്രചാരമുണ്ടാക്കിയ മദീനയിലുള്ള ആളുകളോട്, അതിന്റെ പിന്നിൽ വർത്തിച്ച ആളുകളോട്, അതിന്റെ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത ആളുകളോട്, അതിൽ അറിയാതെ കുടുങ്ങിക്കൊണ്ട് അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അന്വേഷിച്ചറിയാതെ അതിൽ കുടുങ്ങിപ്പോയ തെറ്റിദ്ധരിച്ച ആളുകളോട് പോലും എല്ലാവരോടും പറഞ്ഞില്ലേ, നമ്മുടെ ഉമ്മയെക്കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ നിങ്ങൾ കേട്ട മാത്രയിൽ വലൗലാ ഇദ് സമഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. നിങ്ങൾക്കിത് കേട്ട അവസരത്തിൽ ഇങ്ങനെ ഒരില്ലാത്ത ദുരാരോപണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഒരു ദുരാരോപണം കേട്ട മാത്രയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ? ഇത് ഞങ്ങൾക്ക് പറയാൻ പോലും പാടില്ല, ഇത് സംസാരിക്കാൻ പറ്റിയ കേസല്ല. സുബ്ഹാനക ഹാദാ, സുബ്ഹാനക നീ മഹാപരിശുദ്ധനാണ് അല്ലാഹ്, ഹാദാ ബുഹ്താനുൻ അളീം. ഈ കേട്ടത് വമ്പിച്ച നുണ തന്നെ, ദുരാരോപണം തന്നെ എന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ? നിങ്ങൾ പറഞ്ഞില്ല എന്ന് ഖുർആൻ ചോദിച്ച സന്ദർഭത്തിലെ ഒരു വാചകമാണ് നമ്മുടെ പ്രസാധകർ ഇതിന്റെ തുടക്കത്തിൽ എഴുതി ചേർത്തത്. വ്യഭിചാരത്തെക്കാളും ഗൗരവമുള്ള ശിക്ഷ, വ്യഭിചാരത്തെക്കാളും വലിയ പാതകമല്ലേ ശിർക്ക് എന്ന് പറയുന്നത്? ഒരാൾ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ മുശ്രിക്ക്, അയാൾ കാഫിർ, അയാൾക്ക് പിന്നെ നരകം നിർബന്ധമായി, സ്വർഗം അയാൾക്ക് ഹറാമായി, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും പാടില്ല. ആ നിലക്കുള്ള ഒരു മഹാപാതകം ഒരാളെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ആ വ്യക്തികൾ ജീവിച്ചിരിപ്പില്ലേ? അവരുമായി ബന്ധപ്പെടാൻ സൗകര്യങ്ങളില്ലേ? അന്വേഷിക്കാതെ, എന്താണ് വിശ്വാസമെന്ന് ചോദിക്കാതെ, എന്താണ് അവർ ചെയ്തത്, എന്താണ് അവർ പറഞ്ഞതെന്ന് കൃത്യമായി അറിയാതെ അത് ഏറ്റുപാടി നടക്കുമ്പോൾ അങ്ങനെയുള്ള ദുരാരോപണങ്ങൾ പറഞ്ഞു നടക്കുന്നവരോട് പണ്ടേ നമ്മൾ ഒറ്റക്കെട്ടായി പറഞ്ഞ കാര്യമാണ്, സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അളീം. ഇത് വമ്പിച്ച അപരാധം, ദുരാരോപണം തന്നെ. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് നമുക്ക് അന്നും ഇന്നും എന്നും പറയാനുള്ളത്. നമ്മൾ പണ്ട് പറഞ്ഞിടത്താണുള്ളത്. നമുക്കൊരിക്കലും ഒരു ജിന്നും നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ട.
ജിന്നെ സഹായിക്കണേ, ജിന്നെ രക്ഷിക്കണേ എന്ന് പറയാൻ ഒരു സ്ഥലവും നമുക്കില്ല, ഒരിടത്തു വെച്ചും നമുക്കത് ചോദിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരില്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് കണിശമായി തന്നെ സമൂഹത്തോട് പറയുന്ന നമുക്കെതിരെ ആളുകളുടെ ഇപ്പോഴും പറഞ്ഞ് ഒരു നുണ നൂറാവർത്തിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിച്ചേക്കുമോ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആവർത്തിച്ച് പറയാണ്, അയാൾ ജിന്നിനോട് വിളിച്ചു തേടാന്ന് പറയുന്ന ആളാണ്, ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്ന് പറയുന്ന ആളുകളാണ് എന്ന്. സഹോദരങ്ങളെ, ഈ വിഷയത്തിലുള്ള കൃത്യമായ പഠനങ്ങൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഇപ്പോഴും ലഭ്യമാണ്. ബഹുമാന്യനായ എൻ്റെ സ്നേഹിതൻ ഫൈസൽ മുസ്ലിയാർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിലുള്ള പ്രഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ ആരോപണങ്ങളുടെ മുനയൊടിക്കാൻ പണ്ട് മുതൽക്കേ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ എഴുതിവിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ അൽ ഇസ്ലാഹ് മാസികയെ നിങ്ങൾ വായിക്കണം, പഠിക്കണം. അങ്ങനെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തണം. പ്രിയമുള്ളവരെ, ദുരാരോപണങ്ങൾ കേൾക്കുമ്പോൾ അത് കേട്ട ഉടനെ അത് പറയുന്നതിന് ഖുർആൻ വളരെ ഗൗരവത്തോടെയാണ് എതിർത്തത്. പഠിക്കുക, കാര്യം മനസ്സിലാക്കുക. അപ്പൊ സഹോദരന്മാരെ, ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മെ പറഞ്ഞവരോടൊക്കെ പണ്ട് മുതലേ നമ്മൾ കൃത്യമായി നൽകിയവർ മറുപടിയാണ് നമ്മൾ ഈ സൂചിപ്പിച്ച് കേട്ടത്. അത് തന്നെ ഈ രൂപത്തിൽ ജിന്നിനോട് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്നും അതിൻ്റെ ആളുകളാണെന്നുമുള്ള വാദത്തെ KJUവിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള പുസ്തകത്തിലും അതൊരാരോപണം മാത്രമാണെന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ആരോപണം നടത്തിയ ആർക്കെതിരെയാണോ ആരോപണങ്ങൾ സമൂഹം നടത്തുന്നതെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ച് ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നു, ഇത് ആരോപണം മാത്രമാണ്, ഇതിൽ കഴമ്പില്ല, ഇത് വെറുതെ നമ്മുടെ മേൽ കെട്ടിവെക്കുകയാണ്. നാം ഒരാളും ജിന്നിനോട് തേടുന്നവരല്ല, വിളിച്ചു പ്രാർത്ഥിക്കുന്നവരല്ല, തേടാമെന്ന് പറയുന്നവരല്ല, അത് അനുവദിച്ചു കൊടുത്തവരുമല്ല, അത് ഹറാമാണ് എന്ന് വളരെ കൃത്യമായി തന്നെ സമൂഹത്തോട് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിലും ജിന്നിനോട് സഹായം തേടാൻ ഖുർആനിലും ഹദീസിലും തെളിവില്ല എന്നും ഇത്തരം ദുഷ്പ്രചരണങ്ങളെ കരുതിയിരിക്കണേ എന്ന് ഇസ്ലാഹ് മാസികയിൽ തന്നെ വളരെ കൃത്യമായി സമൂഹത്തെ തെര്യപ്പെടുത്തിയവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ആരോപണ വിധേയരായ ആളുകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ വാദമില്ല. എന്നിട്ടും ഈ മഹാപാതകം ആരോപിക്കുന്ന സഹോദരന്മാർ ഓർമ്മിക്കണം, നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയവർ നമ്മെ ആക്ഷേപിച്ച കാര്യമാണ് നമ്മൾ ഈ ഏറ്റുപാടുന്നത്. അന്ന് മുതൽ നമ്മൾ ഒറ്റക്കെട്ടായി മറുപടി പറഞ്ഞതാണ്. ഒരു യാ ഇബാദല്ലാ എന്ന പ്രശ്നത്തിൽ അങ്ങേറ്റം ദുർബലമായ ആ ഒരു ഹദീസ്, അതിനെ സംബന്ധിച്ച് ചർച്ച നടന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെയും ആ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞു. ഇനി സഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെയും നമുക്ക് ഭയപ്പെടുന്ന പ്രശ്നമൊന്നും അതിലില്ല, അഥവാ അതിൽ ശിർക്ക് വരുന്നില്ല എന്ന ആ ഒരു നയം പണ്ട് മുതലേ നമ്മൾ ഒന്നിച്ചു പറഞ്ഞ ആ ഒരു നയം 1971 സൽസബീലിലൂടെ ഉമർ മൗലവി പറഞ്ഞ നയം, അതുപോലെ തന്നെ ശബാബിന്റെ താളുകളിലൂടെ 80കളിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പറഞ്ഞിട്ടുള്ള നയം, 2004 ഏറ്റവും പ്രസിദ്ധമായ മണ്ണാർക്കാട് സംവാദത്തിൽ വെച്ച് സക്കരിയ സലാഹി പറഞ്ഞ നയം, അതുപോലെ തന്നെ നമ്മുടെ പ്രഭാഷകരും പ്രാസംഗികരുമെല്ലാം ഈ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ കക്ഷികൾ നമുക്കെതിരെ ശിർക്കിന്റെ ആരോപണവുമായി വന്നപ്പോൾ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അടുത്ത കാലം വരെ ഒറ്റക്കെട്ടായി അവരുടെ ദുരാരോപണത്തിന് മുനയൊടിക്കുന്ന നിലക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി സംസാരിച്ച അതേ നയം, ആ നയത്തിൽ നിന്ന് നാം ഒരിക്കലും മാറിപ്പോകരുത്, ആ നയത്തിൽ നിന്ന് നാം ഒരിക്കലും തെറ്റിപ്പോകരുത്. അതേ, പിന്നീട് ചില ചാരപ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തിയിട്ട് ആരോപണങ്ങൾ പിന്നെയും തുടരുമ്പോൾ അതിൽ കുടുങ്ങാതെ നാം പണ്ടു പറഞ്ഞ മറുപടികളിലേക്ക് തിരിച്ചു പോകണം എന്നതാണ്. അങ്ങനെ ഒറ്റക്കെട്ടായി നമ്മൾ ഈ ശിർക്കിനെതിരെ സമരം നടത്തണമെന്ന ആഗ്രഹമാണ് ഈ ഉള്ളവൻ സമ്മേളന നഗരിയിൽ പ്രകടിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഉള്ളവൻ സമ്മേളന നഗരിയിൽ പ്രകടിപ്പിച്ച ആ ഒരു വികാരം എന്തായിരുന്നു? നാം ഇതുവരെ നൽകിയിട്ടുള്ള ഒരു നയമെന്തുണ്ടോ, നാം നമ്മുടെ മേൽ ശിർക്ക് ആരോപിച്ചിട്ടുള്ള ആളുകൾക്ക് നേരെ നാം സ്വീകരിച്ച ഇതുവരെയുള്ള നയം എന്താണെങ്കിൽ അതിൽ തന്നെ നാം ഉറച്ചു നിൽക്കുക,
അതാണ് നമുക്ക് നല്ലത്. അതേ അവസരത്തിൽ ഇനി അതിൽ അപകടമുണ്ടെന്നാണോ, അത് ശിർക്കാണെന്നാണോ വാദം, എങ്കിൽ അത് ശിർക്കല്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ലോകപണ്ഡിതന്മാരില്ലേ, അവരുമായി നമുക്ക് ചർച്ച ചെയ്യാം, ഒരു തീരുമാനത്തിലെത്താം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നിച്ചു മുന്നേറണം. ഇതൊരു പിളർപ്പുണ്ടാക്കേണ്ട കാര്യമല്ല, ഇതൊരു പിരിച്ചുവിടാൻ മാത്രം കാരണമാക്കേണ്ടുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ, അതേ സഹോദരങ്ങളെ, ആ ഉദ്ദേശം, ആ ഒരു നല്ല ഉദ്ദേശത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയായി, അത് അപശബ്ദമായി അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥയായി. ഐക്യാഹ്വാനം എന്തിനു വേണ്ടി ശിർക്കും തൗഹീദും ഒന്നിക്കുകയോ എന്ന് ചോദിക്കുന്ന അവസ്ഥയോളമായി. ശിർക്കില്ല എന്നല്ലേ സഹോദരങ്ങളെ പറയുന്നത്. ഇനി ഉണ്ട് എന്നാണ് വാദമെങ്കിൽ അതുള്ളവരെ തിരുത്തിക്കൊടുക്കാൻ നമുക്ക് ലോക പണ്ഡിതന്മാരെയും കൂടി കൂട്ടിയിട്ട് ഈ ഇല്ല എന്ന് പറയുന്നവർക്കത് മനസ്സിലാക്കി കൊടുത്തുകൂടെ? അതിനുള്ള ചർച്ചകൾ നടക്കട്ടെ എന്ന നിലക്കല്ലേ പത്രങ്ങളിൽ പോലും അതേ കുവൈത്തിന്റെ കത്തുകൾ പ്രത്യക്ഷപ്പെട്ടത്? കുവൈത്തിൽ നിന്ന് വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അതായിരുന്നില്ലേ? നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടുള്ള ലോകാടിസ്ഥാനത്തിലുള്ള പണ്ഡിതന്മാരൊക്കെ തന്നെയും നിർദ്ദേശിച്ച ഒരു കാര്യം അതല്ലേ? അതല്ലാതെ ദുർബലമായ ഒരു ഹദീസിനെ ഇനിയും ചർച്ചക്കെടുത്തിട്ട് ആ ദുർബല ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ പഠിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടിയല്ല. നമ്മിൽ ശിർക്ക് സംഭവിച്ചിട്ടില്ല, നാം ശിർക്കിലേക്ക് പോയിട്ടില്ല. അതിന് നാളിതുവരെ നമ്മൾ സ്വീകരിച്ച ആ നയം തന്നെ സ്വീകരിച്ചുകൊണ്ട് നാം ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നവർക്കെതിരെ നാം ഒറ്റക്കെട്ടായി മുന്നേറണം. അവിടെ നമ്മുടെ ശബ്ദം രണ്ടാവരുത്, നാം ഭിന്നിക്കരുത്, നാം ഒത്തൊരുമയോടെ പോണം എന്നാ പറഞ്ഞത്. അതല്ലാതെ നമ്മിൽ ശിർക്ക് ചെയ്യുന്നവരും ഉണ്ട്, തൗഹീദിന്റെ ആളുകളും ഉണ്ട്, അവരൊക്കെ കൂടി ഒന്ന് ഐക്യപ്പെട്ടുകൂടെ എന്നല്ല ഞാൻ ചോദിച്ചത്. അതൊരിക്കലും ഐക്യപ്പെടൂല. തൗഹീദും ശിർക്കും ഐക്യപ്പെടേണ്ട കാര്യമില്ല, അത് ഐക്യപ്പെടണമെന്ന് ഈ ഉള്ളവൻ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇല്ലാത്ത ശിർക്ക് നമ്മുടെ മേൽ ആരോപിക്കുമ്പോൾ അതിന്റെ നിജസ്ഥിതി പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്നല്ലേ ഈ ഉള്ളവൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നോക്കണം നിങ്ങൾ, ഇത്രയും ലളിതമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യത്തെ ഇപ്പോഴും പല സഹോദരങ്ങളും തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹുസൈൻ സലഫി തൗഹീദും ശിർക്കും തമ്മിൽ യോജിക്കണം എന്നാ പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ അതാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ തൗഹീദും ശിർക്കും എന്ന് പറയാൻ നമ്മളിൽ ശിർക്കുണ്ടോ? നാം ജിന്നിനോട് തേടുന്നുണ്ടോ? നാം ആ പ്രാർത്ഥന നിർവഹിക്കുന്നുണ്ടോ? ഇല്ല എന്നല്ലേ നമ്മൾ ഒറ്റക്കെട്ടായി പറഞ്ഞത്. അതിൽ തന്നെ നിന്ന് പുറം ലോകത്ത് നിന്ന് നമ്മെ ആക്രമിക്കുന്ന ആളുകൾക്കെതിരെ നാം ഒറ്റക്കെട്ടായി ശബ്ദിക്കണം എന്ന് പറഞ്ഞപ്പോൾ തൗഹീദും ശിർക്കും ഐക്യപ്പെടണമെന്നാണ് പറഞ്ഞത് എന്ന് വരുത്തി തീർക്കുന്നത് അതേ ശരിയല്ല. പക്ഷേ ഒരു കാര്യം എല്ലാവർക്കും ബോധ്യമായി, ഐക്യം പറഞ്ഞതായിരുന്നു അപശബ്ദം, ഐക്യം പറഞ്ഞതായിരുന്നു ഏറ്റവും വലിയ അപരാധം. നമ്മൾ മനസ്സിലാക്കണം. നാം ഇപ്പോഴും പറയുന്നു മുജാഹിദുകളിൽ ഒരിക്കലും ജിന്നിനോട് തേടുന്നവരില്ല, പടച്ച റബ്ബിനോടല്ലാതെ തേടുന്നവരില്ല. ആ ശിർക്ക് മുജാഹിദുകളിൽ ഇല്ല. വളരെ കൃത്യമായി തന്നെ നമ്മളത് സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുണ്ട് എന്ന് ഇപ്പോഴും വാദിക്കുമ്പോൾ മുമ്പ് പറഞ്ഞ അതേ മറുപടികൾ നമുക്കിപ്പോഴും അതേ പറയാനുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കൃത്യമായ മറുപടിയിൽ തന്നെ നമ്മൾ ഉറച്ചു നിന്നുകൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. എന്നാൽ ചിലപ്പോൾ അപ്പുറത്തുള്ള ഈ സമസ്തയുടെ ആളുകൾ തിരിച്ചു ചോദിച്ചേക്കും, ഈ ശിർക്കാരോപണമല്ലേ നിങ്ങൾ ഞങ്ങളുടെ നേരെയും പറയുന്നത്? ഞങ്ങൾ നിങ്ങളുടെ മേൽ ആരോപണമല്ല പറയുന്നത്. ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ മേൽ പറയുന്നത് ആരോപണമല്ല, മറിച്ച് നേരത്തെ തന്നെ നിങ്ങളിവിടെ വായിച്ചു കേട്ടതാണ്, നിങ്ങൾ തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലൊരു തെറ്റുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിനെ ന്യായീകരിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ വായിച്ചിട്ടുള്ള പ്രസിദ്ധീകരണം നിങ്ങളുടെ ഓർമ്മയിൽ വേണം. മാത്രമല്ല ഏതു പ്രശ്നത്തിലും അതാ മഹാന്മാരോട് വിളിച്ചുകൊണ്ട് സഹായം തേടുന്നു. മഹാന്മാരേതാ എവിടെ വെച്ച് വിളിച്ചാലും വല്ലേ നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാതു തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് മഹാനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഏതാ എവിടെ വെച്ചും ജീലാനിയെ കുറിച്ച് മാത്രമല്ല എല്ലാവരെ കുറിച്ചും അതാണ് വിശ്വസിക്കുന്നത്. അതിനുള്ള ഉദാഹരണങ്ങൾ വരെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ കാണാം. ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്ന ഒരു സുന്നത്ത് മാസികയിൽ നിന്നാണ്.
അതേ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട്, അതേ ഇനി തേട്ടം കൂടുന്ന സമയമാണല്ലോ, ഇപ്പോൾ റബീഉൽ അവ്വൽ അവസാനിക്കാൻ പോവുകയാണ്, ഇനി പ്രവാചക പ്രേമികൾ എന്ന് പറയുന്ന ആളുകൾ ഇനി ജീലാനി പ്രേമത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഇനി അങ്ങോട്ട് ജീലാനി ദിനത്തെക്കുറിച്ചുള്ള ചിന്തയായി. അങ്ങനെ ശൈഖ് തങ്ങളുടെ അപദാനങ്ങൾ പറയുന്നു, ശൈഖിനെ വിളിച്ചു തേടുന്നു. അങ്ങനെ ജീലാനി അനുസ്മരണ ചടങ്ങുകളും ജീലാനിയെ വിളിച്ചു തേടാനുള്ള ആഹ്വാനങ്ങളും അങ്ങനെയുള്ള തേട്ടങ്ങളും കൊണ്ട് അതേ പല സ്ഥലങ്ങളിലും അതാ ആളുകൾ ഇറങ്ങാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ കേട്ടോ, ശൈഖ് ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ രൂപം. ഒരു സംഭവം പറയാണ്, ഒരു കഥ പറയാണ് ഈ മാസികയിൽ. എന്താണ് പറഞ്ഞത്? ഒരാളയാളുടെ ഒരു കൂട്ടം ആളുകൾ അവരുടെ അനുഭവം പറയാണ്. ഞങ്ങൾ സ്വർണവും വസ്ത്രവുമായി വ്യാപാരത്തിന് പോവുകയായിരുന്നു. ദീർഘമായ യാത്രക്കിടയിൽ ഒരു ദിവസം സഫർ 3 ഞായറാഴ്ച ഇരുൾ നിറഞ്ഞ വനത്തിലൂടെ നീങ്ങുമ്പോൾ വലിയ ഒരു കൊള്ളസംഘം ഞങ്ങളെ വളഞ്ഞു. ഞങ്ങളുടെ കയ്യിലുള്ള സ്വർണമെല്ലാം അവർ പിടിച്ചെടുത്തു കൊണ്ടുപോയി. ഞങ്ങൾ കരഞ്ഞുപോയി. പെട്ടെന്ന് ശൈഖ് ജീലാനി തങ്ങളെ ഓർമ്മ വന്നു. എവിടെ നിന്ന് വിളിച്ചാലും അവിടുന്ന് ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ജീലാനി തങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുകയും അവിടുത്തേക്ക് നേർച്ച നേരുകയും ചെയ്തു. അതേസമയം കൊള്ളത്തലവന്മാരൊരു കുന്നിനപ്പുറത്ത് കൊള്ള മുതൽ പങ്കുവെക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു വലിയ ശബ്ദം കേട്ടത്. അല്പസമയത്തിനു ശേഷം വീണ്ടും അതേ ശബ്ദം കേട്ടു. പൊടുന്നനെ അവരുടെ അനുയായികൾ ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ തിരിച്ചു തന്നു. നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ തലവന്മാർക്ക് വന്നു ഭവിച്ചതിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. അവർ ഞങ്ങളെ കുന്നിനപ്പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ 2 തലവന്മാരും മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അടുത്ത് 2 മെതിയടിയും ഉണ്ട്. മെതിയടികൾ പറന്നു വന്ന് അവരെ അടിച്ചു കൊല്ലുകയായിരുന്നു. എന്താണ് കഥ? കൊള്ളസംഘം വന്നുകൊണ്ട് കച്ചവട സംഘത്തെ ആക്രമിച്ചപ്പോൾ ആ വനാന്തരത്തിൽ വെച്ചുകൊണ്ട് ഈ കച്ചവടക്കാരതാ ജീലാനി തങ്ങളെ രക്ഷിക്കണേ എന്നങ്ങ് വിളിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴതാ എവിടെ നിന്നോ 2 മെതിയടി പറന്നു വരുന്നു. ആ മെതിയടികൾ പറന്നു വന്നിട്ട് ഈ കൊള്ളസംഘത്തിന്റെ നേതാക്കന്മാരുടെ തലക്കടിച്ചു കൊല്ലുന്നു. വല്ലേ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വൈകൂടാവു തീരം ചെയ്യും ഞാനെന്നോവർ. ആ വരികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സുന്നത്ത് മാസികക്കാരൻ പറഞ്ഞിട്ടുള്ള കഥയാണിത്. അപ്പൊ വിളിച്ചപ്പോ വിളിപ്പുറത്ത് ഉത്തരം കിട്ടി. ശൈഖപ്പ ആ സമയത്ത് എവിടെയോ ഉളുണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. പെട്ടെന്ന് അയാൾ എന്ത് ചെയ്തു? ശൈഖ് എൻ്റെ മെതിയടി ആദ്യത്തെ എടുത്ത് വാനത്തേക്ക് എറിഞ്ഞു, രണ്ടാമത്തത് എറിഞ്ഞു. അത് എത്രയോ ദൂരെ നിന്ന് പറന്നു വന്ന് ഈ കൊള്ളസംഘത്തിന്റെ തലക്കടിച്ചവരുടെ കഥ കഴിച്ചു എന്നാ പറയുന്നത്. ഈ രൂപത്തിൽ ശൈഖ് ജീലാനിയെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശിക്കുന്ന, എവിടെ വെച്ചും പ്രാർത്ഥിച്ചോളൂ, എവിടെ വെച്ച് വിളിച്ചാലും മഹാനവറുകൾ ഹാജരാകും എന്ന് പറയുന്നു. മാത്രമല്ല, ആയതിനാൽ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പ്രചരണങ്ങളും ഇനിയതാ ഈ മാസത്തിൽ അവർ കൃത്യമായി ജീലാനി ദിനം എന്ന പേരിൽ മുഹ്യിദ്ദീൻ ശൈഖിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ എന്ന പേരിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ സഹോദരന്മാരെ, മഹാനായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം എന്താണ് പഠിപ്പിച്ചത്? അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഉത്ബോധനങ്ങളിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തോടൊരു ശിഷ്യൻ ചോദിക്കുന്നു, ഔസിനി യാ സയ്യിദി, എന്റെ നേതാവേ, അങ്ങനെക്കൊരു ഉപദേശം തരണം. ബിമാ അഅ്മലു ബിഹി ബഅദക, താങ്കളുടെ ശേഷം ഞാനത് മുറുകെ പിടിച്ചു പ്രവർത്തിച്ചോളാം, എന്നെ ഒന്ന് ഉപദേശിക്കണം എന്ന് ശിഷ്യൻ ആവശ്യപ്പെട്ടപ്പോൾ അതേ ഫഖാല, മഹാനവറുകൾ പറഞ്ഞു, അലൈക ബിതഖ്വല്ലാഹി അസ്സ വജല്ല വലാ തഖഫ് അഹദൻ സിവല്ലാഹ് വലാ തർജു അഹദൻ സിവല്ലാഹ് വക്കിലിൽ ഹവായിജ ഇലല്ലാഹി അസ്സ വജല്ല വലാ തഅ്തമിദ് ഇല്ലാ അലൈഹി വതുലുബ്ഹാ ജമീഅൻ മിൻഹു തആല
വലാ തത്തക്കിൽ അലാ അഹദിൻ ഗൈറല്ലാഹി സുബ്ഹാന അത്തൗഹീദ് അത്തൗഹീദ്. മഹാനവറുകൾ അതാ കൊടുക്കുന്ന ഉത്ബോധനം. നീ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചോ. റബ്ബിനെ അല്ലാതെ അല്ലാഹനെ അല്ലാതെ നീ ആരെയും ഭയപ്പെടണ്ട, അവനെ അല്ലാതെ നീ പ്രതീക്ഷിക്കണ്ട. നിന്റെ എല്ലാ കാര്യങ്ങളും ആത്യന്തികമായി നീ അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കോ. എല്ലാം അവനിൽ ഭരമേൽപ്പിച്ചോ, അവനിൽ നിന്ന് മാത്രം നീ തേടിക്കോ. അല്ലാഹുവിന്റെ മേലല്ലാതെ നീ ആരുടെ മേലും നീ തവക്കുലാക്കണ്ട.